ഹേയ്, ഇതൊരു സ്പെഷ്യൽ വ്ളോഗാണ്. ആദ്യമായിട്ടാണ് ഞങ്ങൾ ഒരുമിച്ച് എമിറേറ്റ്സിൽ ട്രാവൽ ചെയ്യുന്നത് ഫ്രം ദുബായ് ടു കൊച്ചിൻ. ഫുൾ ഓഫ് എക്സൈറ്റ്മെൻറ്റ്, ഫൺ ആൻഡ് സർപ്രൈസസ്. സോ without any delay, welcome to the story of our Emirates travel. ഫസ്റ്റ് സർപ്രൈസ്, മറ്റൊരു എയർപോർട്ടിലും കാണാത്ത ഒരു സ്പെഷ്യാലിറ്റി. എമിറേറ്റ്സിന്റെ ഫ്ലൈറ്റിന് വേണ്ടി മാത്രമായി ഒരു ടെർമിനൽ. യെസ്, ദിസ് ഇസ് ടെർമിനൽ 3. അതുമാത്രമല്ല, ലോകത്തിലേക്കും വെച്ച് വൺ ഓഫ് ദി ലാർജസ്റ്റ് എയർപോർട്ട് ടെർമിനൽ കൂടിയാണ് ഈ ഒരു ടെർമിനൽ 3. അതോടൊപ്പം തന്നെ മെട്രോ സൗകര്യവും ഈ ടെർമിനലിലേക്ക് ഉണ്ട്. അങ്ങനെ ചെക്കിനും ഇമിഗ്രേഷനും സെക്യൂരിറ്റി ചെക്കും കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ബോർഡിംഗ് ഗേറ്റിലേക്ക് പോവുകയാണ്. സെക്യൂരിറ്റി ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ് ഈ വീഡിയോ എടുക്കാൻ സാധിക്കാഞ്ഞത്. ബോർഡിംഗ് ഗേറ്റിലേക്ക് പോകാനായിട്ട് ഒരുപാട് ദൂരമുണ്ട്. അതുകൊണ്ട് തന്നെ ടെർമിനലിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ട്രെയിൻ കയറി വേണം പോകാൻ. ഈ ട്രെയിനിൽ കയറാനായിട്ട് പ്രത്യേകിച്ച് പേയ്മെൻ്റ് ഒന്നും നൽകേണ്ട ആവശ്യമില്ല. അങ്ങനെ ട്രെയിൻ കയറി ഇറങ്ങി മുന്നോട്ട് പോയപ്പോൾ ഞങ്ങൾ കണ്ടത് വലിയൊരു ലിഫ്റ്റാണ്. ഞാൻ കണ്ടതിലേക്കും വെച്ച് ഏറ്റവും വലിയൊരു പാസഞ്ചർ എലിവേറ്റർ ആണ്. ഇതിൽ നിന്ന് പുറത്തേക്ക് നോക്കിയാൽ നമുക്ക് വാട്ടർഫോൾ കാണാനായിട്ട് സാധിക്കുന്നതാണ്. ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങുന്നത് ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളുടെ ഏരിയയിലേക്കാണ്. പാർശ്വന് ഏകദേശം 2 മണിക്കൂറിലധികം സമയമുണ്ടായിരുന്നതിനാൽ തന്നെ ഞങ്ങൾ അവിടെയുള്ള മിക്ക കടകളിലും കയറി ഇറങ്ങി. അപ്പോൾ കണ്ടതാണ് ഗോൾഡ് റാപ്പഡ് ഡേറ്റ്സ്. അതിൻ്റെ വില കേട്ട് ഞെട്ടിയ ഞങ്ങൾ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ചോക്ലേറ്റും വാങ്ങി. അങ്ങനെ വീണ്ടും മുന്നോട്ട് നടന്ന് ബോർഡിംഗ് ഗേറ്റിൻ്റെ അടുത്തുള്ള വെയിറ്റിംഗ് ലോഞ്ചിൽ എത്തി. അവിടെ ഇരുന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എമിറേറ്റ്സിൻ്റെ സ്റ്റാഫ് വന്ന് ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യുവാണ്, എല്ലാവരും വരൂ എന്ന് പറഞ്ഞു. സീറ്റ് നമ്പറിൻ്റെ സോൺ അനുസരിച്ച് ആളുകളെ വിളിച്ചു. അങ്ങനെ അവിടുത്തെ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫൈനലി ഞങ്ങളുടെ സീറ്റിലെത്തിയിരിക്കുകയാണ്. ഏത് മൂവി കാണണം എന്നതിൻ്റെ തിരിച്ചിലാണ് ജയ്. അപ്പോഴേക്കും ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞു, ഫ്ലൈറ്റ് ചെറുതായിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ദുബായ്ക്ക് ഒരു ഷോർട്ട് ബ്രേക്ക് ഞങ്ങൾ പറഞ്ഞു. വിൻഡോ സീറ്റ് കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ ഞാനിരുന്നപ്പോൾ ജയ്ക്ക് ആ വിൻഡോ സീറ്റ് കിട്ടാത്തതിൻ്റെ യാതൊരുവിധ വിഷമവും ഉണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എമിറേറ്റ്സ് ഫ്ലൈറ്റിൻ്റെ സ്പെഷ്യാലിറ്റി ഇവിടെയാണ്. മുന്നിലുള്ള എൻ്റർടൈൻമെൻറ്റ് സ്ക്രീനിൽ നമുക്ക് ലൈവായിട്ടുള്ള പുറത്തെ കാഴ്ചകൾ കാണാൻ സാധിക്കുന്നതാണ്. എങ്ങനെയാണെന്നല്ലേ, റൺവേയുടെ വ്യൂ, ലാൻഡ് ആൻഡ് സീ വ്യൂ എന്നിവയൊക്കെ കാണുവാൻ വേണ്ടിയിട്ട് എയർക്രാഫ്റ്റിൽ തന്നെ ഫിക്സ് ചെയ്തിരിക്കുന്ന ഇൻ ഫ്ലൈറ്റ് ക്യാമറകൾ വഴി ഇത് നമ്മുടെ മുന്നിലുള്ള എൻ്റർടൈൻമെൻറ്റ് സ്ക്രീനിൽ സെലക്ട് ചെയ്ത് അങ്ങനെ നമുക്ക് പുറത്തെ കാഴ്ചകൾ കാണാവുന്നതാണ്.
മക്കാം ജുമേറ, ബുർജ് അൽ അറബ് എന്നീ ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങൾ നിങ്ങൾ കാണുന്നുണ്ട്. ഒരു മഞ്ഞ മുത്തുമാല പോലെ കോർത്ത് വെച്ചിരിക്കുന്ന ദുബായിലെ റോഡുകളും നമുക്കിതിലൂടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോഴേക്കും ഇത് ക്യാബിൻ ക്രൂസ് നമ്മുടെ യാത്ര മോർ മെമ്മറബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോ എടുത്ത് നൽകുന്നു, അതും ഫ്രീ ഓഫ് കോസ്റ്റിൽ. ഇത് ഞങ്ങൾക്കൊരു സർപ്രൈസിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് ഞങ്ങൾ റിട്ടേൺ പോന്നപ്പോൾ എടുത്ത ഫോട്ടോയാണ്. ഈ ഒരു ഫോട്ടോ ഇങ്ങനെയാണ്, നമുക്ക് കിട്ടുമ്പോഴത്തേക്കും ഇത് ഡാർക്കായിട്ടിരിക്കും. ഇപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് ഈ ഫോട്ടോ ക്ലിയർ ആയിട്ട് വരുന്നത്. ഇനി എന്ത് എന്നുള്ള ആലോചനയിൽ ഞാനിരുന്നപ്പോഴേക്കുമാണ് ഞങ്ങളുടെ കയ്യിലോട്ട് ക്യാബിൻ ക്രൂസ് കൊണ്ടുവന്ന് അവിടുത്തെ ഫുഡിൻ്റെ മെനു കൊണ്ടു തന്നു. അതും 3 ലാംഗ്വേജിൽ എഴുതിയ മെനു, മലയാളം, ഇംഗ്ലീഷ് ആൻഡ് അറബിക്. അപ്പോൾ ഇതൊരു ഫസ്റ്റ് അനുഭവമാണ്. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്തത് നോൺ വെജ് ഫുഡാണ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ ബിവറേജസ്, അത് ഹോട്ട് ആണെങ്കിലും കോൾഡ് ആണെങ്കിലും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു. അപ്പോൾ ഞാൻ ഒരു കോൾഡ് ബിവറേജും ട്രൈ ചെയ്തു. റോസ്റ്റഡ് കാഷ്യൂ, സ്മോൾ ബോട്ടിൽ വാട്ടർ, ബൺ, ഡെസേർട്ട്, സ്വീറ്റ് കോൺ മസാല, ചോക്ലേറ്റ്, ബട്ടർ, മാംഗോ പിക്കിൾ, വെറ്റ് ടിഷ്യൂ, മൗത്ത് ഫ്രഷ്നർ, ചിക്കൻ കറി വിത്ത് ഗീ റൈസ്, പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സ്പൂണുകളും എന്നിവയാണ് നമുക്ക് ഒരു കിറ്റായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഞങ്ങളുടെ ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ വെജ് മീൽസും കൂടെ ട്രൈ ചെയ്തു. ഇതിൽ 2 കട്ട്ലേറ്റും റൈസും കറിയുമാണ് വരുന്നത്. വെജ് മീൽസ് ആണെങ്കിലും നോൺ വെജ് മീൽസ് ആണെങ്കിലും രണ്ടും നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഒരു മൂവിയൊക്കെ കണ്ടു. സ്ലീപ്പിംഗ് ടൈം ആണ് എന്നത് കാണിക്കുന്നതാണ് ഈ ഒരു ഡിം ലൈറ്റ്. സമയം പോയത് അറിഞ്ഞതേയില്ല. 3.5 മണിക്കൂറത്തെ ട്രാവലിന് ശേഷം ഞങ്ങളിതാ കൊച്ചിൻ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഒരിക്കൽ എമിറേറ്റ്സ് യാത്ര ചെയ്താൽ വീണ്ടും വീണ്ടും എമിറേറ്റ്സിൽ തന്നെ യാത്ര ചെയ്യണം എന്ന് നമ്മൾക്ക് തോന്നും. കാരണം ഇവർ നൽകുന്ന ഫെസിലിറ്റിയും കസ്റ്റമർ സപ്പോർട്ടും അതുപോലെയാണ്. ഒരുപാട് മെമ്മറബിൾ മൊമെൻറ്റ്സും എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്ന ഈ ഒരു യാത്രയുടെ വിശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾ എപ്പോഴെങ്കിലും എമിറേറ്റ്സ് ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടുണ്ട് എങ്കിൽ കമൻറ്റ് ബിലോ. പുതിയൊരു യാത്രയുടെ വിശേഷവുമായി കാണുന്നത് വരെ ദിസ് ഇസ് സൗമ്യ ആൻഡ് ജയ് സൈനിങ് ഓഫ്. അൻടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.